ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അനിയാണെങ്കിൽ പറയുകയാണ് രണ്ടാണ് ഒരു പെണ്ണുമാണ് അടിച്ചതെന്ന്. ആ പെണ്ണാണ് നല്ല രീതിയിൽ അടിച്ചതെന്ന്. അതുമല്ല ആ പെണ്ണ് ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അവരാണ് അടിച്ചതെന്നുള്ള രീതിയിലാണ് അനി സംസാരിക്കുന്നത്. അപ്പോൾ അനിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുകയാണ് അതാരാണ് അടിച്ചത്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നും ആ കാര്യം. അതൊരു മനസ്സിലാവുന്നു അനി അറിഞ്ഞിട്ടാണ് ഈ കാര്യം ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് നന്ദു പെട്ടെന്ന് പറയുകയാണ് ഇത് ഞങ്ങളാണ് അടിച്ചതെന്ന്. ഈ പറയുകയാണ് എന്തായാലും അത് നന്നായിരുന്നു, അതെന്തായാലും അവർക്ക് രണ്ടടി കിട്ടേണ്ട കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് അടിച്ചതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് അനി സന്തോഷത്തിൽ പറയുന്നത്. ഇന്നത്തെ ഭക്ഷണം ഏതി ആയിക്കോട്ടെ, ഇന്നത്തെ ചിലവ് ഞാൻ നോക്കിക്കോളാം എന്ന് അനി പറയുമ്പോൾ അനിയുടെ ഫ്രണ്ട്സ് പറയുകയാണ് അതെന്താ അമ്മായി അച്ഛനും അമ്മായിക്ക് അടി കിട്ടിയതുകൊണ്ടാണോ എന്ന്. അപ്പോൾ അനി പറയുകയാണ് ഞാൻ അനാമികയെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, പിന്നെയാണ് അവളുടെ അമ്മയും അച്ഛനെയും എൻ്റെ അമ്മായി അച്ഛനും അമ്മായിയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടും ഇല്ല എന്ന്. അനി പറയുകയാണ് ഇത് പോലീസ് കേസ് ആവുമെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ് പറയുകയാണ് പോലീസ് കേസ് ആവുമെങ്കിൽ അങ്ങ് ആകട്ടെ, അനാമികയും അവളുടെ അമ്മയും കൂടി ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന്. അനിയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ നന്ദു ആണെ കണ്ണ് കാണിക്കുകയാണെ പറയണ്ട എന്ന്. അപ്പോൾ അനി ചോദിക്കുകയാണ് അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന്. ഫ്രണ്ട്സ് പറയുകയാണ് ഇവളുടെ ചേച്ചി കുടിക്കാൻ വെച്ചിരുന്ന പാല് നിന്റെ വല്യമ്മയാണല്ലോ കുടിച്ച് അവരുടെ കരൾ പോയത് അങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. അപ്പോൾ ആ കാര്യം അറിയാന്നുള്ളതുകൊണ്ട് അനി പറയുകയാണ് എന്തായാലും അവർക്ക് കൊടുക്കേണ്ടത് കണക്കിന് കൊടുത്തല്ലോ എന്ന്. പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു അവർക്ക് പുറമേ കിട്ടിയതിനേക്കാളും പരിക്ക് മുഴുവനും ഉള്ളിലായിരിക്കുമെന്ന്. അപ്പോൾ അനിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവണേ. അനിയാണെങ്കിൽ അനാമികയെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അനിയുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് ഇനി കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒന്നാകുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിന് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. എനിക്കും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ് അതൊന്നും നടക്കത്തില്ല എന്ന്. അതിനുശേഷം നയനയും നവ്യയാണ് കാണിക്കുന്നത്. നവ്യ പറയുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട്, ഇരുട്ടടിയാണ് കിട്ടിയത് എന്ന്, രാത്രി കയറിയാണ് അടിച്ചതെന്ന്. അപ്പോൾ നയന ചോദിക്കുകയാണ് അത് ആരാണ് അവരെ അടിച്ചതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് അത് കളരിയും കരാട്ടയൊക്കെ പഠിച്ച ഒരാളാണ് എന്ന്. അപ്പോൾ നയനയ്ക്ക് മനസ്സിലാവുന്നു അത് നന്ദു ആണെന്ന്. അപ്പോൾ നയന ചോദിക്കുകയാണ് നന്ദു ആണോ എന്ന്. അപ്പോൾ നവ്യ പറയാണ് നന്ദു അല്ലാതെ പിന്നെ ആരാ, ഞാൻ അവളുടെ അടുത്ത് ഇന്നലെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, അപ്പോൾ അവൾ അതെല്ലാം മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന്. അവരുടെ വീട് കയറി ആക്രമിക്കുമെന്ന്, അതുപോലെ തന്നെ അവൾ ചെയ്തു എന്ന്. അപ്പോൾ നവ്യയുടെ അടുത്ത് നയന പറയുകയാണ് ചേച്ചി ഓരോന്നും പറഞ്ഞ് അവളെ തിളപ്പിക്കാൻ നിൽക്കേണ്ട, അല്ലെങ്കിൽ തന്നെ വീട് കയറി വന്ന് അനാമിക എന്നെ തള്ളിയിട്ടതിൻ്റെ ദേഷ്യം അവൾക്ക് ഇതുവരേക്കും മാറിയിട്ടില്ല എന്ന്. അതുപോലെ തന്നെ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നീ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടന്നതല്ലേ, അപ്പോൾ അല്ലേ നിന്നെ വന്ന് പിടിച്ച് തള്ളിയിട്ടത് ആ അനാമിക. ദേഷ്യം എനിക്കും ഉണ്ടായിരുന്നു, എന്തായാലും അവളെ അച്ഛനും അമ്മയ്ക്കും നല്ല രീതിയിൽ നന്ദു കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പം നയന ചോദിക്കുകയാണ് ഇനി അവർ ഹോസ്പിറ്റലിലും എല്ലാം ആയോ എന്ന്. അപ്പം നവ്യ പറയണം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന്. എന്നിട്ട് നയന ചോദിക്കുകയാണ് ഇനി അത് പോലീസ് കേസും എല്ലാം ആവോ എന്ന്. അപ്പോൾ നവ്യ പറയാണ് നമ്മളായിട്ടൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകണ്ട എന്ന്. പിന്നീട് നവ്യ പറയുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയും നമുക്ക് പോയി കണ്ടാലോ എന്ന്. അപ്പോൾ നയന പറയുകയാണ് മറ്റുള്ളവരുടെ സങ്കടം നമുക്ക് ആസ്വദിക്കാൻ പാടില്ല ചേച്ചി എന്ന്. നവ്യക്കാണെങ്കിൽ അവിടെ പോയി അനാമികയുടെ അച്ഛനും അമ്മയും കാണണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് നവ്യക്കാണെങ്കിൽ അനാമികയുടെ അച്ഛനും അമ്മയ്ക്ക് അടികിട്ടിയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് നല്ല സന്തോഷത്തിലാണ്. ഇത് ജയനെയാണ് കാണിക്കുന്നത്. ജയൻ എന്തോ ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവേനി റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ജയൻ ചോദിക്കുക എന്താ ദേവേനി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണ് എനിക്കിവിടെ ഒക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് നടക്കണമെന്നുണ്ട് എന്ന്. അപ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ജയൻ ചോദിക്കുമ്പോൾ അത് എനിക്ക് അവളുടെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ജയൻ ചോദിക്കണം ആരുടെ മുഖമാണ് എന്ന്. അപ്പോൾ ആ നയനയുടെ മുഖം തന്നെ എന്ന്. ജയൻ ചോദിക്കുകയാണ് നീ തന്നെയല്ലേ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ് അത് ആദർശിൻ്റെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നത് കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. എന്നിട്ട് ദേവേനി പറയുകയാണ് എനിക്ക് എൻ്റെ ഒപ്പം അവളെ അടുക്കളയിൽ കയറുന്നതൊന്നും എനിക്കിഷ്ടമില്ല എന്ന്. അതിനില്ലായിരുന്ന ആദർശ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ വിഷമിക്കുമെന്ന് കരുതി പേരിനാണ് അവൻ കഴിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ജയൻ ചോദിക്കുകയാണ് എങ്കിൽ നയനയെ നീ അടുക്കളയിൽ കയറ്റാതിരുന്നാൽ പോരെ എന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല, അവൾ അടുക്കളയിൽ കയറുമെന്ന്. അപ്പോൾ അതിനിപ്പോൾ എന്താ വേണമെന്ന് ജയൻ ചോദിക്കുകയാണ്. അപ്പോൾ ദേവേനി പറയുകയാണ് ആദർശിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും നയനയെ കമ്പനിയിലേക്ക് വിടണം എന്നാണ് ദേവേനി പറയുന്നത്. അപ്പോൾ ദേവേനിയുടെ മനസ്സിലിരിപ്പ് അതായിരുന്നു നയനയെ എങ്ങനെയെങ്കിലും കമ്പനിയിലേക്ക് വിടണം എന്നുള്ള കാര്യം. അപ്പോൾ അവൾ ആദർശം അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറയും. അപ്പോൾ എവിടേക്ക് പോകാനാണ് നീ പറയുന്നതെന്ന്. അപ്പോൾ ആദർശം എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് തന്നെ നൈനി പൊയ്ക്കോട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് ദേവേനി പറയുകയാണ് അവൾ വലിയ ഡിസൈനറൊക്കെ ആണെന്നല്ലോ പറയുന്നത്,
അപ്പോൾ ഞാനായിട്ട് അവളെ ഈ വീട്ടിലേക്ക് തളച്ചിടണ്ട, അപ്പോൾ അവൾ അവൻ്റെ കൂടെ പൊയ്ക്കോട്ടെ, അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവൾ വലിയ നല്ല ഡിസൈനൊക്കെ വരച്ചോട്ടെ എന്ന്. ഉള്ളിൽ നല്ല സന്തോഷമൊക്കെ ആണെങ്കിലും ദേവേനി അതൊന്നും പുറത്ത് കാണിക്കാതെയാണ് ജയൻ്റെ അടുത്ത് ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ദേവേനി പറഞ്ഞ കാര്യത്തിൽ ജയനും ഭയങ്കര സന്തോഷമാവുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഈ കാര്യം നീ നിന്റെ മോനോട് പറഞ്ഞോ എന്ന്. അപ്പോൾ ദേവേനി പറയണേ, ഞാൻ പറഞ്ഞിട്ടില്ല, ജയേട്ടൻ തന്നെ പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ നല്ലൊരു കാര്യമാണ് ദേവേനി നീ പറഞ്ഞതെന്ന് ജയൻ പറയുകയാണ്. അതിനുശേഷം ദേവേനി പറയുകയാണ്, പകൽ മൊത്തം അവൾ ആദർശിൻ്റെ കൂടെ കമ്പനിയിൽ പോയി, എനിക്ക് അവളുടെ മുഖം കാണണ്ടല്ലോ, പിന്നീട് അവൾ വരുമ്പോൾ കണ്ടാൽ മതിയല്ലോ എന്ന്. ജയൻ പറയണ, എന്തായാലും നീ എടുത്ത തീരുമാനമൊക്കെ കൊള്ളാം എന്നതിന് ശേഷം ദേവേനി ആദർശിൻ്റെ അടുത്ത് പറയാൻ ജയൻ്റെ പറയുകയാണ്. എന്നിട്ട് ജയൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ദേവേനി മനസ്സിൽ ഓർക്കുകയാണ്, എന്തായാലും നയന നല്ല കഴിവുള്ള കുട്ടിയാണ്, അതുകൊണ്ട് അവൾ നല്ല ഉയരങ്ങളിൽ എത്തണം എന്ന്. ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ദേവേനി അതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശാണെങ്കിൽ ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയന അവിടേക്ക് ചായയായിട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് നയന പറയുകയാണ്, ഇത് കുറച്ച് ചൂടുണ്ട് എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, എന്താ നീ എൻ്റെ വായ് പൊള്ളിക്കാനാണോ ചൂടോടെ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ നയന പറയാണ്, കുറച്ച് വായൊക്കെ പൊള്ളട്ടെ, അതുപോലെയാണല്ലോ കയ്യിലിരിപ്പ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജയൻ അങ്ങോട്ട് വരികയാണ്. ജയൻ പറയുകയാണ്, ഇനി നീ ഓഫീസിൽ പോകുമ്പോൾ മോളെ കൂടി കൊണ്ടുപോയിക്കോ, അവിടുത്തെ മെയിൻ ഡിസൈനറായി മോളെ നിയമിച്ചിട്ടുണ്ട് എന്നൊക്കെ ആദർശിനടുത്ത് ജയൻ പറയുകയാണ്. ആദർശ് ചോദിക്കുകയാണ്, ഇത് അച്ഛൻ്റെ തീരുമാനമാണോ അതോ അമ്മയും കൂടി അറിഞ്ഞുള്ള തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോൾ ജയൻ പറയുകയാണ്, ഇത് നിൻ്റെ അമ്മ എടുത്ത തീരുമാനമാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ആദർശിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കഴിഞ്ഞ് അവിടേക്ക് ദേവയാനി വരികയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ജയേട്ടൻ ഞാൻ പറഞ്ഞ കാര്യം അവരടുത്ത് പറഞ്ഞോ എന്ന്. ആദർശ് ദേവയാനിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവൾ എൻ്റെ കൂടെ ഓഫീസിൽ വരുന്നതിൽ അമ്മയ്ക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ്, ഞാൻ തന്നെയാണ് ആ തീരുമാനം എടുത്തതെന്ന്. അവളും കൂടി നിൻ്റെ കൂടെ ഓഫീസിൽ വന്നോട്ടെ, അപ്പോഴെനിക്ക് അവളുടെ മുഖം പകൽ കാണേണ്ട ആവശ്യം വരത്തില്ലല്ലോ എന്ന്. അപ്പോൾ ആദർശ് ചോദിക്കണം, അതുകൊണ്ടാണ് അമ്മ അവളെ ഓഫീസിൽ പോകാൻ സമ്മതിച്ചല്ലേ എന്ന്. ദേവയാനി പറയുകയാണ്, ഇവൾ ഭയങ്കര ഡിസൈനറാണെന്നല്ലേ പറയുന്ന, കമ്പനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നു എന്നൊക്കെ പറയുകയല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവളെ ഞാൻ ഈ വീട്ടിൽ തളച്ചിട്ടൊന്നും വേണ്ട എന്ന്. ജയനും ആദർശിന് നയനയെ കമ്പനിയിലേക്ക് വിടാമെന്ന് പറഞ്ഞ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം നയനയ്ക്കാണെങ്കിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. നയന എന്തോ പറയാൻ വേണ്ടി അത് പിന്നെയെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ജയനാണെങ്കിൽ അത് തടയുകയാണ്. അത് പിന്നെ ഇല്ല, രണ്ടുപേരും ഓഫീസിൽ പോകാൻ തയ്യാറാവ് എന്ന് പറയുകയാണ്. അപ്പോൾ ജലജ അവിടേക്ക് വരികയാണ്. ദേവയാനി ജലജയുടെ അടുത്ത് പറയുകയാണ്, ഇനി ഈ വീട്ടിലെ അടുക്കള പണികളൊക്കെ ഞാനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നീയും ജാനകിയും എന്നെ അടുക്കള പണി ചെയ്യാൻ സഹായിക്കണം എന്ന്. എന്നിട്ട് ദേവയാനി പറയുകയാണ്, ഇവൾക്ക് ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആദർശിൻ്റെ കൂടെ കമ്പനിയിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു, അത്രയും സമയമെങ്കിലും ഇവളുടെ മുഖം എനിക്ക് കാണാതെ ഇരിക്കാമല്ലോ എന്ന്. ജലജ പറയുകയാണ്, അതെങ്ങനെ ശരിയാവും, അനന്തപുരിയിലെ പെണ്ണുങ്ങളൊന്നും പുറത്തുപോയി ജോലി ചെയ്യാറില്ലല്ലോ എന്ന്. ജയൻ പറയുകയാണ്, അതിന് മോള് പുറത്തെ കമ്പനിയിലൊന്നും അല്ലല്ലോ ജോലിക്ക് പോകുന്നത്, നമ്മളെ കമ്പനിയിൽ തന്നെയല്ലേ എന്ന്. അപ്പോൾ ജലജ പറയുകയാണ്, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന്. ജലജ ഇങ്ങനെ പറഞ്ഞെങ്കിലും ജലജയ്ക്ക് നയന കമ്പനിയിലേക്ക് പോകുന്ന ഒട്ടും താല്പര്യമില്ല. അതിനുശേഷം ജയൻ പറയുകയാണ്, രണ്ടുപേരും റെഡിയായിട്ട് വരൂ എന്ന്. അതിനുശേഷം ആദർശ് നയനയും കൂടി റെഡിയാവാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് ജലജ പറയുകയാണ്, ഇപ്പോൾ കുപ്പത്തൊട്ടി കിടന്നവൾക്ക് ലോട്ടറി അടിച്ചതുപോലെ ആയല്ലോ എന്ന്. അപ്പോൾ ജയൻ ചോദിക്കുകയാണ്, അതാ ആരാ കുപ്പത്തൊട്ടിയിൽ കിടന്ന്, നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. ജയൻ പറയുന്നുണ്ടായിരുന്നു, മോള് ഇതിനു മുമ്പേ സ്ഥാപനത്തിൽ ഡിസൈനൊക്കെ വരച്ച് തന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണല്ലോ, പിന്നെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞതെന്ന്. ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കി തന്നതാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നീട് നയനയെക്കുറിച്ച് എനിക്ക് ജയനും നയനയെ ഓഫീസിൽ വിടുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം ജലജയാണെങ്കിൽ നേരെ അബിയുടെ റൂമിലേക്കാണ് വരുന്നത്. അബി നല്ല ഉറക്കത്തിലാണ്. അബി വന്ന് ഏൽപ്പിച്ചതിന് ശേഷം ജലജ പറയുകയാണ്, നീ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, ഇപ്പം നമ്മളുടെ കമ്പനിയിൽ മെയിൻ ഡിസൈനർ വരാൻ പോവുകയാണ് എന്ന്. അബി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, അതാരാ എന്ന്. അപ്പോൾ അബിക്കാണെങ്കിൽ പുതിയതായിട്ട് ആരോ വരുന്നു, അവളുടെ മനസ്സിൽ ഇടിച്ച് കയറാമെന്നൊക്കെയാണ് അബി മനസ്സിൽ ചിന്തിക്കുന്നത്. ജലജ പറയുകയാണ്, നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, നീ ചിന്തിച്ചാൽ പിന്നെ നീ കഴുതേ ആകത്തുള്ളൂ എന്ന്. എനിക്കാണെങ്കിൽ 3 ബ്രാഞ്ചുകളാണ് കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി നയനയ്ക്കാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ മെയിൻ ഡിസൈനറും വരാൻ പോകുന്നു, നീ മാത്രം അവിടെ കൂലിക്കാരനായിട്ട് അവിടെ നിൽക്കുമെന്ന്. അതുകൊണ്ട് നീ നന്നായി ഉറങ്ങിക്കോ, ബുദ്ധി വികസിക്കാത്തവർ ഒരുപാട് സമയം കിടന്ന് ഉറങ്ങുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അബി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ ഡിസൈനറായിട്ട് വരാൻ പോകുന്നത് ആരായിരിക്കും എന്നൊക്കെ കാര്യങ്ങളിൽ അവളെ എങ്ങനെയെങ്കിലും കയ്യിലാക്കാന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ജലജ പറയുകയാണ്, നീ കൂടുതലൊന്നും ചിന്തിച്ച് കൂട്ടണ്ട, അത് ഇവിടുത്തെ മൂത്ത മരുമകൾ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഡിസൈനറായിട്ട് വരാൻ പോകുന്നതെന്ന്.
ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അബിക്കാണെങ്കിൽ നെട്ടിലാണ് തോന്നുന്നത്. അതിനുശേഷം അബി ചോദിക്കുകയാണ് അതിന് അമ്മായി സമ്മതിച്ചോ എന്ന്. അമ്മായി സമ്മതിച്ചത് കൊണ്ടാണല്ലോ അവളിപ്പോൾ പോവാൻ നിൽക്കുന്നതെന്ന്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഈ നയന എന്ന് പറയുന്നവൾ സ്വർണം മാത്രം ഡിസൈൻ ചെയ്യുന്നവളല്ല, അവൾ ജീവിതം തന്നെ ഡിസൈൻ ചെയ്യുന്നവളാണ്. അവൾ ഇനി ആദർശിൻ്റെ ഒപ്പം എത്തുമെന്ന്. കമ്പനിയുടെ തലപ്പത്ത് മാത്രമല്ല ഈ തറവാട്ടിൻ്റെ തലപ്പത്ത് ആദർശ് നയനയും തന്നെ ആയിരിക്കും, നീ ഇങ്ങനെ കിടന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ജലജ അബീനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആദർശ് കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിനെ നീ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതല്ലേ, അതുമുതൽ തുടങ്ങിയതാണ് നിന്റെ ഈ ദുരിതമെന്ന്. ഈ ആദർശം നയനയും പറയുന്നത് കേട്ട് നമുക്ക് ഇവിടെ ജീവിക്കാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജലജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എല്ലാം കൂടി അറിഞ്ഞ ദേഷ്യത്തിലാണെങ്കിൽ അബിയാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ അനാമികയാണ് കാണിക്കുന്നത്. അനാമികയാണെങ്കിൽ അനാമികയുടെ അമ്മ രേവതി ചായയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ് ഇപ്പോൾ കുടിച്ചാൽ ഇറങ്ങത്തില്ല എന്ന്. അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്താ മോളെ എന്ന്. അപ്പോൾ നയനയാണെങ്കിൽ ഇപ്പോൾ കമ്പനിയിൽ മെയിൻ ഡിസൈനറായി എന്ന്, ജോലിക്ക് പോവുകയാണ് എന്ന് ജാനകി വിളിച്ച് പറഞ്ഞ് അനാമിക എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ടായിരുന്നു അനിക്കാണെങ്കിൽ 3 ബ്രാഞ്ചാണ് അവൻ്റെ ഏട്ടൻ കൊടുത്തത്, എന്നിട്ട് എന്നെ അനി കമ്പനിയിലൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന്. എനിക്കൊരു ജോലി പോലും അവൻ തന്നിട്ടില്ല. ഈ സമയത്താണ് ഇപ്പോൾ നയന അവിടെ മെയിൻ ഡിസൈനറായിട്ട് ജോലിക്ക് പോകുന്നതെന്ന്. ഇതെങ്ങനെ സംഭവിച്ചു, അമ്മായിമാർ ഇതൊക്കെ സമ്മതിച്ചോ എന്ന് രേണു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഇപ്പോൾ ദേവയാനി ഓരോന്ന് ചെയ്തു കൂട്ടുന്നതെന്ന്. എന്തായാലും നയനയെ കമ്പനിയിൽ പോകാൻ സമ്മതിച്ചല്ലോ, ഇപ്പോൾ മരുമകളെ ദേവയാനി സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അനാമികയ്ക്കും സംശയമുണ്ട് ദേവയാനിക്ക് മരുമകളെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. ഇപ്പോൾ അവരാണ് ആ മരുമകളെ കമ്പനിയിലേക്ക് പോകാൻ പറഞ്ഞതെന്ന് എൻ്റെ അമ്മായിയമ്മ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ വേണു പറയുകയാണ് അപ്പോൾ നീയും വാശി പിടിക്കണം മോളെ, ആ കമ്പനിയിൽ ഒരു ജോലി വേണമെന്നൊക്കെ. അപ്പോൾ അനാമിക പറയുകയാണ് എനിക്ക് അതിനുള്ള ഒരു കഴിവും ഇല്ലല്ലോ എന്ന്. എന്നിട്ട് വേണു പറയുകയാണ് നയനയ്ക്കാണെങ്കിൽ ഒരുപാട് ഡിസൈനൊക്കെ വരയ്ക്കാൻ അറിയാം, അവൾ കാരണം കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായതാണ് എന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ അനാമികയെ സ്നേഹമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം കൂടി വേണു പറയുകയാണ്. അതിന് കാരണം നീ തന്നെയാണ്, നീ അവനെ സ്നേഹിച്ചെങ്കിൽ അവൻ നിന്നെ സ്നേഹിക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ അനാമികയെ കുറ്റപ്പെടുത്തിയാണ് വേണു. ദർശനാണെങ്കിൽ നയനയുടെ അടുത്ത് ആദ്യം വെറുപ്പൊക്കെ ആയിരുന്നല്ലോ, അതൊക്കെ മാറ്റിയെടുത്തത് അവൾ തന്നെയാണല്ലോ, അവൾ ആ കാര്യത്തിൽ നല്ല മിടുക്കിയാണ് എന്ന് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അനാമിക തിരിച്ച് വേണുവിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഇതിനെല്ലാം കാരണം അച്ഛൻ തന്നെയാണ്, അച്ഛൻ തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ വേണു പറയാണ് നീ തന്നെയാണ് ഇതിന് കുറ്റക്കാരി എന്ന്. അപ്പോൾ എന്നിട്ട് അനാമിക പറയുകയാണ് ഇനി കമ്പനിയുടെ മെയിൻ ഡിസൈനറിൻ്റെ അനിയത്തി ഇനി വിളിച്ചുകൊണ്ട് വരുമോ എന്തോന്നു. അവർ വിളിച്ചുകൊണ്ട് വരുന്നതിൽ കുറ്റക്കാരി നീ തന്നെ ആയിരിക്കും, നിനക്കെന്താ അനിയനെ സ്നേഹിച്ചാൽ, നിനക്ക് എന്ത് കുഴപ്പം അവനെ സ്നേഹിച്ചാലെന്ന്. എന്തിനാ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ ഇവിടേക്ക് പോരുന്നതെന്ന് ദേവതിയും അനാമികയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അനാമിക പറയുകയാണ് ഞാൻ ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇരുന്ന് വേരുറച്ച് പോവുകയുള്ളൂ, ഇനി അവൾ കമ്പനിയിൽ കൂടി പോകുന്നത് കണ്ട് ഞാൻ അവിടെ ഇരിക്കേണ്ടി വരുമെന്ന്. വേണു പറയുന്നുണ്ടായിരുന്നു മോളെന്നും അവിടെ കഴിയാൻ വേണ്ടിയല്ലല്ലോ പോയത്, നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നവരൊക്കെയല്ലേ ഉള്ളൂ ആ ജീവിതമെന്ന്. ഇതിന് വേണ്ടിയിട്ടല്ലേ നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്, അതിനു മുമ്പ് നമുക്ക് കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കണമെന്ന് വേണു പറയുകയാണ്. എന്നിട്ട് വേണു രേവതിയും കൂടി നല്ല രീതിയിൽ അനാമികയെ ഉപദേശിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്കാണ് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ ഇപ്പോൾ പോട്ടെ മോള് ഇത് ഈ ചായ എടുത്ത് കുടിക്കുക എന്ന് പറയുകയാണ്. ആ ചായ എടുത്ത് കുടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ അനാമിക പറയുകയാണ് അല്ലെങ്കിൽ മനസ്സും ശരീരവും ഭയങ്കര ചൂടാണ്, എന്നാ കുടിച്ചോ എന്ന് പറഞ്ഞ് രേവതിയുടെ അടുത്ത് കൊടുത്തിട്ട് അനാമിക അങ്ങ് പോവുകയാണ്. അനാമിക പോകുന്ന സങ്കടത്തിൽ വേണു രേവതി ഇരിക്കുക. അതിനുശേഷം മുത്തശ്ശിയാണ് കാണിക്കുന്നത്. ആദർശനും അനിയും കൂടി ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കമ്പനിയുടെ മെയിൻ ഡിസൈനർ വന്നല്ലോ എന്ന്. ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് മുത്തശ്ശീൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ പറയുകയാണ് എന്തായാലും ദേവേനെ എടുത്ത് നല്ലൊരു തീരുമാനം തന്നെയാണ് എന്ന്, മോളെ കമ്പനിയിലത്തെ മെയിൻ ഡിസൈനറായിട്ട് തീരുമാനിച്ചല്ലോ എന്നും. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയതാണ് മോളെ കമ്പനിയിലെ മെയിൻ ഡിസൈനർ ആക്കണമെന്ന്, അതിന് ദേവേനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അത് ചെയ്യാതിരുന്നതെന്ന്. അതുകൊണ്ടാണ് നിർബന്ധിച്ച് ദേവേനിയുടെ അടുത്ത് പറയാതിരുന്നത്, ഇപ്പോൾ നല്ലൊരു കാര്യമാണല്ലോ നടക്കുന്നതെന്ന് മുത്തശ്ശൻ പറയുന്നു. ഞാൻ അവരുടെ അടുത്ത് ഒരു ഉത്തരമാണ് പറഞ്ഞിട്ടുള്ള ആരും വിലപേശേണ്ട, ഞങ്ങളുടെ ഡിസൈനർ പുറത്തു പോകത്തില്ല എന്നാണ്. മുത്തശ്ശൻ പറയുകയാണ് മോൾ ഒരുപാട് ഡിസൈനൊക്കെ വരച്ച് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന്. അപ്പോൾ ആദർശ് എനിക്ക് സാലറി ഒക്കെ കൊടുക്കണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അതിന് പറയുകയാണ് എനിക്ക് സാലറി ഒന്നും വേണ്ട എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതെന്താ മോളെ ജോലി ചെയ്ത കൂലി വാങ്ങിച്ചിരിക്കണമെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ഇവൾ പണത്തിനോട് ആർത്തിയൊന്നും ഇല്ലാത്ത ആളൊന്നും അല്ല, അവൾ അന്ന് വിഘ്നേശ്വരൻ്റെ രൂപം ഓടി പിടിപ്പിച്ചതിന് അന്ന്
നമ്മുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ് അന്ന് അച്ഛന് ഒരുപാട് പ്രാരാബ്ധവും കാര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് പൈസ വാങ്ങിയതെന്ന്. ആദർശ് പറയുകയാണ് ആവശ്യം വന്ന വിലപേശി പൈസ വാങ്ങിക്കാനൊക്കെ അറിയാമല്ലേ എന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദേവയാനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ്. അതിനുശേഷം നയനയാണെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിൻ്റെ അടുത്തും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ പറയുകയാണ് എന്തായാലും നിന്നെ കമ്പനിയിലേക്ക് വിടാൻ തീരുമാനിച്ച നിൻ്റെ അമ്മായിയമ്മയുടെ അനുഗ്രഹം കൂടി വാങ്ങിച്ചോ എന്ന് പറയുകയാണ്. ശേഷം നയനയാണെങ്കിൽ ദേവയാനിയുടെ കാലിൽ തൊട്ട് വന്നിച്ച് തൊട്ട് നെറുകയിലേക്ക് വെക്കുകയാണ്. ദേവയാനിയാണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയാതെ മനസ്സിൽ സന്തോഷം അടക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റുള്ളവർ കാണുമെന്നുള്ള